Question. Find the Fourier sine transform of e raised to minus mod x. Hence show that integral 0 to infinity x sin mx by 1 plus x square dx pi e raised to minus m by 2 m greater than 0. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയണത് എന്താ നോക്കുക, ഇ റേസ് ടു മൈനസ് മോഡ് എക്സ് ആണ്. നമുക്ക് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ് കാണുന്നത്. അതിൻ്റെ ഫോർമുല എഴുതാം. ഇതിൻ്റെ ഫോർമുലയിൽ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആണ് വരിക. അപ്പോൾ 0 to ഇൻഫിനിറ്റി വരുമ്പം മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് മോഡ് എക്സ് എന്ന് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ എഫ് ഓഫ് എക്സിന് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം. അത് വേണം ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇനി ഇത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ സൈൻ ബി എക്സ് ഡി എസിൻ്റെ ഫോമാണ്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ബൈ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ബി എക്സിൽ എക്സിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സിൽ എക്സിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് എ. ഇതാണ് വരിക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് വന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ മൈനസ് വരണം, ഇ റേസ് ടു മൈനസ് എ എക്സ് ഫോമിലും വരണം, എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മൈനസ് എക്സിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് 1 ആണ്. സൈൻ ഡബ്ല്യു എക്സിൽ എക്സിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് ഡബ്ല്യു ആണ്. അപ്പോൾ ഇവിടെ നേരെ എക്കും ബിക്കും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡബ്ല്യു ബൈ 1 സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ എന്ന് വരും. ഈ ഫോർമുല സൈഡിൽ എന്തായാലും എഴുതി വെച്ചോളൂ കേട്ടോ എക്സാമിന്. അപ്പോൾ ഇത് റൂട്ട് ഓഫ് 2 ബൈ പൈ ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു സ്ക്വയർ. ഇനി ഇവിടെ ഷോ ദാറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ ഷോ ദാറ്റ്, ഇവാലുവേറ്റോ അല്ലെങ്കിൽ ഡെഡ്യൂസോ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഇൻവേഴ്സ് ഫോർമുല യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് എസ് ഓഫ് ഡബ്ല്യു സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ് ആണ്, ഡി ഡബ്ല്യു ആണ്. ഈ എഫ് എക്സ് ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അത് നേരെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിനെ നമുക്ക് ഇതിലേക്ക് എത്തിക്കണം, ഈ ഫോമിലേക്ക് എത്തിക്കണം. അല്ലാതെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വേരിയബിൾസ് എല്ലാം മാറ്റിയിട്ട് ഈ ഫോമിലേക്ക് നമ്മളിവിടെ എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂട്ട് ഓഫ് 2 പൈ ഔട്ട് സൈഡ് എടുക്കാം. ഔട്ട് സൈഡ് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു സ്ക്വയർ സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ് ആണ്. 0 to ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഇ റേസ് ടു മൈനസ് എക്സ് തന്നെ എഴുതിയാൽ മതി. എക്സിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എത്തിക്കേണ്ടത് ഏതാണ്? സൈൻ എം എക്സ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. അപ്പോൾ ഇതിൽ ഡബ്ല്യു അല്ല എക്സ് ആയി, പക്ഷേ ഇവിടെയുള്ള എക്സ് എന്തായിട്ട് മാറ്റിയിട്ടുണ്ട്? എം ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഉള്ള എക്സിന് പകരം എം ആക്കാം. ഇവിടെയുള്ള വേരിയബിൾസൊക്കെ മാറിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഷോ ദാറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലെല്ലാ വേരിയബിൾസും മാറ്റണം. അപ്പോൾ ഡബ്ല്യു എല്ലാം ഇവിടെ എക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എക്സിന് എന്തായിട്ട് മാറിയിട്ടുണ്ട് കണ്ടോ? സൈൻ എം എക്സും ഇവിടെ ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ അവിടെ ഇ റേസ് ടു മൈനസ് എം ആണ്. അപ്പോൾ ഇവിടെ പുട്ട് എക്സ് ഈക്വൽ ടു എം കൊടുക്കുക. എം എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഈ 2 ബൈ പൈ ഇപ്പുറത്തേക്ക് എടുത്തിട്ടോ. അപ്പോൾ ഇവിടെയുള്ള എവിടേക്ക് എക്സ് ഉണ്ടോ അതെല്ലാം എം ആക്കി മാറ്റുക. അപ്പോൾ നമ്മളിവിടെ 0 to ഇൻഫിനിറ്റി ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു സ്ക്വയർ സൈൻ ഡബ്ല്യു എക്സ് എന്നുള്ളത് സൈൻ എം ഡബ്ല്യു എന്നാക്കി ഡി ഡബ്ല്യു എന്ന് എഴുതാം. പൈ ബൈ 2 ഇ റേസ് ടു മൈനസ് എക്സ് ആയിരുന്നു, മൈനസ് എം എഴുതാം. ഇനി ഇതിലേക്ക് എത്തിക്കണമെങ്കിൽ ഇവിടെയുള്ള എല്ലാ ഡബ്ല്യുവിനെയും എക്സ് ആക്കി മാറ്റണം. അപ്പോൾ ഡബ്ല്യുവിന് പകരം എക്സ് കൊടുക്കുക. ഡബ്ല്യുവിന് പകരം എക്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കിട്ടി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് 2 ഇ റേസ് ടു മൈനസ് 3x പ്ലസ് 3 ഇ റേസ് ടു മൈനസ് 2x. ഇവിടെ നമ്മൾക്ക് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ് കാണേണ്ടത്. അപ്പോൾ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതാം. എന്നിട്ട് ഈ എഫ് ഓഫ് എക്സിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എഫ് ഓഫ് എക്സിൻ്റെ ആണ് ഫൊറിയർ ട്രാൻസ്ഫോം കാണേണ്ടത്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ റൂട്ട് ഓഫ് 2 പൈ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി 2 ഇ റേസ് ടു മൈനസ് 3x പ്ലസ് 3 ഇ റേസ് ടു മൈനസ് 2x കോസ് ഡബ്ല്യു എക്സ് ആണ്. ഈ കോസ് ഡബ്ല്യു എക്സ് ഉള്ളിലേക്ക് എടുക്കുക. ഇവിടെ 2 ഔട്ട് സൈഡ് എടുക്കുക, ഇവിടെ 3 ഔട്ട് സൈഡ് എടുക്കുക. ഇങ്ങനെ വരും. ഇതിപ്പോൾ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി ആണ്. ഇ റേസ് ടു മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എ എന്ന് പറയുന്നത് മൈനസ് എക്സിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ്, കോസ് ബി എക്സ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ബൈ എന്ന് പറയുമ്പോൾ മൈനസ് എക്സിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ 3 ആണ്. 3 ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 3 സ്ക്വയർ പ്ലസ് എക്സിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് ഡബ്ല്യു ആണ്, ഡബ്ല്യു സ്ക്വയർ. ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്. 2 ബൈ 2 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് ഡബ്ല്യു സ്ക്വയർ. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. 3 × 2 6 വരും. ഇവിടെ 3 × 2 6 വരും. ഇതിൽ 6 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി.
ഇവിടെ പിന്നെ അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതിൻ്റെ കൊസൈൻ ട്രാൻസ്ഫോമാണ് എഴുതാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ലിമിറ്റ് കൊസൈൻ ട്രാൻസ്ഫോം എഴുതുമ്പോൾ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി ആണ്. ഈ എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യണം. ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 1 വരെയും 0 to ഇൻഫിനിറ്റി വരെയാണ് നമ്മൾ ഉള്ളത്. അതിന് 0 to 1 വരെ ഒരു എഫ് ഓഫ് എക്സ്, 1 to 2 വരെ വേറെ വാല്യൂ, 2 to ഇൻഫിനിറ്റി വരെ വേറെ വാല്യൂ. അപ്പോൾ 0 to 1 വരെയും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് കൊടുക്കുക, 1 to 2 വരെയും 2 മൈനസ് എക്സ് കൊടുക്കുക, 2 to ഇൻഫിനിറ്റി ഒരു 0 കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും കണ്ടാൽ മതി, ഇതിൻ്റെ ഒന്നും വാല്യൂ ഇല്ല. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ, ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് വാല്യൂ ഇത് മൊത്തമായിട്ടാണ് കേട്ടോ √2π. ഇനി ഇത് നോക്കുമ്പം അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് ഇൻറ്റു ആദ്യം ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു എക്സ് ഇൻറ്റു ഇവിടെ എന്താ വന്നിട്ടുള്ളത്, എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുക, അതല്ലെങ്കിൽ ജനറൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് കോസ് ഡബ്ല്യു എക്സ്. കോസ് ഡബ്ല്യു എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ, സൈൻ ഡബ്ല്യു എക്സ് ബൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് ബൈ ഡബ്ല്യു എന്ന് എഴുതാം. ഇനി അടുത്തത് ആ ടേമിനെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ബൈ ഡബ്ല്യു. ഇനി മൈനസ് ഇടാം. ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതാം 1. സൈൻ ഡബ്ല്യു എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് കോസ് ഡബ്ല്യു എക്സ് ബൈ ഡബ്ല്യു സ്ക്വയർ. ഇനി 0 to 1 അവിടെ എഴുതാം, ലിമിറ്റ് ചെയ്താൽ. അടുത്തത് 2 മൈനസ് എക്സ് ആണ് വരുന്നത്. ഇവിടെ 2 മൈനസ് എക്സ് ആണ്. അപ്പോൾ ആദ്യം 2 മൈനസ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ ഡബ്ല്യു എക്സ് ബൈ ഡബ്ല്യു. 2 മൈനസ് എക്സ് സൈൻ ഡബ്ല്യു എക്സ് ബൈ ഡബ്ല്യു വരും. ഇനി 2 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, 2ൻ്റെ ഡെറിവേറ്റീവ് 0, മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1, സൈൻ ഡബ്ല്യു എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ മൈനസ് കോസ് ഡബ്ല്യു എക്സ് ബൈ ഡബ്ല്യു സ്ക്വയർ വരും. 1 to 2 ആണ് ഇവിടെ ലിമിറ്റ് വരിക. ലിമിറ്റെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 0 ഉള്ളിടത്തെല്ലാം കോസ് 0 1ഉം സൈൻ 0 0യും വരും. ആദ്യം ഇവിടെ എല്ലാനും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിനുശേഷം ഇവിടെ എല്ലാം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടി. അടുത്തത് ഇവിടെ എല്ലാം എക്സ് ഉണ്ടോ അവിടെ എല്ലാം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം മൈനസ് എഴുതിയിട്ട് പിന്നെ എല്ലായിടത്തും 1 എക്സ് ഉള്ളിടത്ത് മാത്രമാണ് കേട്ടോ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സൈൻ ഡബ്ല്യു ബൈ ഡബ്ല്യുവും ഇതും പ്ലസ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. ഇത് രണ്ടും കൂടി നമുക്ക് 2 ഇൻറ്റു കോസ് ഡബ്ല്യു ബൈ ഡബ്ല്യു സ്ക്വയർ എഴുതാം. ഇവിടെ മൈനസ് കോസ് 2 ഡബ്ല്യു ബൈ ഡബ്ല്യു സ്ക്വയർ, പിന്നെ ഒരു -1 ബൈ ഡബ്ല്യു സ്ക്വയറും വരും. അപ്പോൾ ഇത്രയാണ് ഇവിടെയുള്ള ആൻസർ.